4 ലക്ഷത്തോളം വിശ്വാസികളാണ് തിരുശേഷിപ്പ് വണക്കത്തിനായി ചെന്നൈ ക്രോംപേട്ടിലെ അമലോത്ഭവ ദേവാലയത്തിൽ 2025 ഓഗസ്റ്റ് 15, 16, 17 തീയതികളിലായി എത്തിച്ചേർന്നത്. 2025 ആഗോള ജൂബിലി വർഷത്തിന്റെ ഭാഗമായാണ് 1500 വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ ദേവാലയത്തിൽ പൊതുവണക്കത്തിന് വെച്ചിരുന്നത്. സഭയിലെ അപ്പസ്തോലന്മാർ, രക്തസാക്ഷികൾ, മിസ്റ്റിക്കുകൾ, മിഷണറിമാർ, വേദപാരംഗതർ എന്നിവരുടെ തിരുശേഷിപ്പുകളാണ് ചെങ്കൽപ്പേട്ട് രൂപത സംഘടിപ്പിച്ച പ്രദർശനത്തിൽ പ്രധാനമായും ഉണ്ടായിരുന്നത്. ഓഗസ്റ്റ് 15-ന് മദ്രാസ് മൈലാപ്പൂർ മുൻ ആർച്ച് ബിഷപ്പ് AM ചിന്നപ്പ നയിച്ച വിശുദ്ധ കുർബാന അർപ്പണത്തോടെയാണ് തിരുശേഷിപ്പ് വണക്കം ആരംഭിച്ചത്. അന്ന് വൈകുന്നേരം ചെങ്കൽപ്പേട്ട് ബിഷപ്പ് നീതിനാഥൻ വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നു. മദ്രാസ് മൈലാപ്പൂർ ആർച്ച് ബിഷപ്പായി ഇപ്പോൾ സേവനം ചെയ്യുന്ന ആർച്ച് ബിഷപ്പ് ജോർജ് ആന്റണി സ്വാമിയാണ് ഓഗസ്റ്റ് 16-ലെ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. 3-ാം ദിനമായ ഓഗസ്റ്റ് 17-ന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് തഞ്ചാവൂർ ബിഷപ്പ് സഹായരാജനാണ് നേതൃത്വം നൽകിയത്. ഈ 3 ദിനങ്ങളിലും തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, തെലുങ്ക്, ഹിന്ദി, ലാറ്റിൻ മുതലായ 6 ഭാഷകളിലും വിശുദ്ധ കുർബാനകൾ അർപ്പിച്ചിരുന്നു. ഒരിക്കൽ ജീവിച്ചിരുന്നതും ദൈവസ്നേഹത്തിന് സാക്ഷ്യം വഹിച്ചതുമായ വിശുദ്ധരുടെ സാന്നിധ്യം വിശ്വാസികൾക്ക് അനുഭവിക്കുവാൻ ഈ അവസരത്തിലൂടെ കഴിയുകയാണെന്ന് ആർച്ച് ബിഷപ്പ് ആന്റണി സ്വാമി അഭിപ്രായപ്പെട്ടു. അതേസമയം വിശ്വാസത്തിൽ സഭാസമൂഹത്തെ ആഴത്തിൽ വേരുപാകിയെടുക്കുവാനും ദൈവത്തെ വ്യക്തിപരമായി കണ്ടുമുട്ടുവാനും സഹായകരമാകുന്നതാണ് തിരുശേഷിപ്പുകളുടെ പ്രദർശനമെന്ന് ഇടവക വികാരി ഫാദർ ബക്യ റെജീസ് പറഞ്ഞുവെച്ചു. വിലപ്പെട്ട തിരുശേഷിപ്പുകളോടൊപ്പം യേശുക്രിസ്തു രക്തം ചിന്തി മരിച്ച കുരിശിന്റെ അംശങ്ങളും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ശിരോവസ്ത്രത്തിന്റെ ഒരു ചെറിയ ഭാഗവും യേശുവിനെ പടയാളികൾ അണിയിച്ച മുൾമുടിയിലെ ഒരു മുള്ളും വണക്കത്തിനായി വെച്ചിരുന്നു. വിശുദ്ധർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളുടെയും ഉപയോഗിച്ചിരുന്ന വസ്തുവകകളുടെയും ശരീരഭാഗങ്ങളുടെയും അംശങ്ങളുമാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്. വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ വണക്കത്തിന് മാത്രമാണെന്നും എന്നാൽ യഥാർത്ഥ ആരാധന ത്രിയേക ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണെന്നും ദൈവത്തിന്റെ വചനം അക്ഷരാർത്ഥത്തിൽ ജീവിച്ചതുകൊണ്ട് ദൈവം ഈ വിശുദ്ധരെ മഹത്വപ്പെടുത്തിയതിനുള്ള സാക്ഷ്യമാണ് ഇന്ന് ഈ തിരുശേഷിപ്പുകൾ വണങ്ങപ്പെടുന്നത് എന്നും ക്രോംപേട്ടിലെ അമലോത്ഭവ ഇടവക വികാരി ഫാദർ ബക്യ റെജീസ് പറയുകയുണ്ടായി. കാർലോ അക്യൂട്ടസ് ഫൗണ്ടേഷൻ മിനിസ്ട്രിയിൽ അംഗമായ ഫാദർ എഫ്രൈം കുന്നപ്പള്ളിയാണ് ചെന്നൈയിൽ നടന്ന തിരുശേഷിപ്പ് പ്രദർശനത്തിന് ചുക്കാൻ പിടിച്ചത്. ഏകദേശം 2 വർഷത്തോളമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലും കാർലോ അക്യൂട്ടസ് ഫൗണ്ടേഷൻ വിശുദ്ധരുടെ തിരുശേഷിപ്പ് പ്രദർശനം നടത്തിവരുന്നുണ്ട്. ഇതുവരെ ഇന്ത്യയിൽ 77 ഇടങ്ങളിലാണ് തിരുശേഷിപ്പ് വണക്കം നടത്തിയിരിക്കുന്നത്. 1500 വിശുദ്ധരിൽ 300 എണ്ണത്തോളവും യുവത്വത്തിൽ തന്നെ സ്വർഗപ്രാപ്തി നേടിയവരുടെയാണ് എന്ന് ഫാദർ പറയുകയുണ്ടായി. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.